ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാച്ചിൽ കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കളച്ചെടുത്തതായിരുന്നു ഇത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം. അത്രയധികം മൂപ്പൊന്നും എത്താതെ ഒരു ചെറിയ കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വേഗം വെന്ത് കിട്ടും. മൂപ്പ് അധികമായാൽ വേവാൻ വിഷമമാണ്. ഞാനിത് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാം. പകുതി വേവ് ആയതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും കാന്താരി മുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ഇതാവേണ്ട, വെള്ളമൊന്നും ചേർക്കാതെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ഈ കാച്ചിൽ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച് ചെറുപയർ വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച ചെറുപയർ കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെറുപയറും വേവിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കാന്താരി മുളകും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ അടങ്ങിയ അരപ്പ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിൽ അടച്ചിട്ട് നമുക്ക് അതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി, ഇതിൻ്റെ അരപ്പൊക്കെ ഇതിന് പിടിച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും തുറന്ന് നോക്കുന്ന സമയത്തേക്ക് അത് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ നാടൻ കാച്ചിലും ചെറുപയറും കൂടിയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണിതിന്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ കാച്ചിലൊക്കെ വിളവെടുക്കുന്ന സമയമാണ്. അപ്പോൾ വീട്ടിലുള്ളവരും ഇനി ഇല്ലാത്തവർക്ക് കടയിൽ നിന്നും ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മളെ ഒരു നാടൻ ഭക്ഷണമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചതാണ്. അപ്പോൾ വീണ്ടും കാണാം.